ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം ഞങ്ങൾ ഇന്ന് മൂന്നരും കൂടെ ഇവിടുത്തെ ഒരു ഫുഡ് മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഇറങ്ങിയ സമയത്ത് നല്ല രീതിയിൽ വെയിലൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും നേരം അങ്ങ് ഇരുട്ടി. ശരിക്കും സമയം 4 മണിയേ ആയിട്ടുള്ളൂ. അപ്പൊ ഇന്ന് ഞങ്ങൾ ട്രാക്കിലുള്ള ഒരു ഫുഡ് മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. ഇതിന്റെ പേരാണ് ജൂത ഫുഡ് മാർക്കറ്റ്. ഈ ഒരു ഫുഡ് മാർക്കറ്റ് നമ്മുടെ സിറ്റി സെന്ററിന് വളരെ അടുത്താണ്. കാഴ്ചയിൽ ഇത് നമുക്ക് വളരെ ചെറുതാണെന്നൊക്കെ തോന്നും, പക്ഷേ ശരിക്കും ഇതിനകത്ത് ഒരു 10-12ഓളം ഫുഡ് ട്രക്സ് ഉണ്ട്. സോ ഈ ഒരു ഫുഡ് മാർക്കറ്റിൻ്റെ അകത്ത് നമുക്ക് ഏഷ്യൻ ഫുഡ് കിട്ടും, പിന്നെ കോഫി ഷോപ്സ് ഉണ്ട്, ഇവരുടെ പോളിഷ് ഫുഡ്, അങ്ങനെ ഒത്തിരി ഉണ്ട്. അപ്പൊ നമുക്ക് ഒരുമിച്ച് പോയി ഫുഡ് മാർക്കറ്റ് അങ്ങ് എക്സ്പ്ലോർ ചെയ്യാം. ഈ ഒരു മാർക്കറ്റിൽ നല്ല രീതിയിൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ പ്രൊവൈഡ് ആയിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ നല്ല ഒരു കിടിലൻ ആംബിയൻസ് തന്നെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ആദ്യം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഫുഡ് ട്രക്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തതിനു ശേഷം കുറച്ച് ഫുഡ് അങ്ങ് ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കൂട്ടത്തിൽ ഞങ്ങൾ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച ഒരു ഫുഡാണ് ഇവരുടെ സാപ്പിക് ആങ്കി എന്ന് പറയുന്ന ഡിഷ്. എന്തായാലും അത് ഞങ്ങൾ ഇന്ന് ട്രൈ ചെയ്തിരിക്കും. ഈ ഒരു ഫുഡ് മാർക്കറ്റ് ഉച്ചയ്ക്ക് 12 മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാത്രി ഏകദേശം ഒരു 10-11 മണി വരെ ഇത് കാണും. അപ്പോൾ ഈ കാണുന്നതാണ് ഈ ഒരു മാർക്കറ്റിന്റെ കംപ്ലീറ്റ് വ്യൂ. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ ഈ കാണുന്ന ബെൽജിയം ഫ്രൈസിനാണ് തുടങ്ങിയത്. ഇത് ഇവരുടെ മെനു ആണ്. ഞങ്ങൾ അവരുടെ 14 സ്ലോട്ടി വരുന്ന ഒരു സ്മോൾ ഫ്രൈസിന്റെ കോംബോ പറഞ്ഞത്, അതും വിത്ത് മയണൈസ്. അങ്ങനെ ഇവിടെ പേയ്മെന്റ് ഒക്കെ ചെയ്തതിനു ശേഷം അവർ പറഞ്ഞ ഒരു 5 മിനിറ്റ്സ് വെയിറ്റിംഗ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ നെക്സ്റ്റ് പോയത് തൊട്ടടുത്തുള്ള സാപ്പിക് ആങ്കിയുടെ ട്രക്കിലോട്ടായിരുന്നു. അവിടെ പോയിട്ട് ഒരു 20 സ്ലോട്ടി വരുന്ന സാപ്പിക് ആങ്കി ഒക്കെ ഓർഡർ ചെയ്തതിനു ശേഷം ദെൻ മൂന്നാമത് ഞങ്ങൾ പോയതാണ് ഈ കാണുന്ന ഒരു ഏഷ്യൻ ഫുഡ് ട്രക്കിൽ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഒരു ചിക്കൻ റൈസ് നൂഡിൽസിന്റെ സെറ്റ് ഓർഡർ ചെയ്തത്. ഞാനിത് ഓർഡർ ഒക്കെ കൊടുത്ത് തിരിച്ചെത്തിയപ്പോഴത്തേക്കും ബെൽജിയം ഫ്രൈസ് വാങ്ങി അവിടെ ഇത് ടേസ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയായിരുന്നു. ആളുടെ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ അടിപൊളിയാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാനതങ്ങ് ടേസ്റ്റ് ചെയ്യാൻ വാങ്ങിയിരുന്നു. സംഭവം ശരിക്കും കിടിലനായിരുന്നു. ഞാനതൊന്ന് കഴിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ സാപ്പിക് ആങ്കി റെഡിയായി. അങ്ങനെ ഞാൻ അതൊക്കെ പോയി വാങ്ങി വന്നു. ആ പുള്ളിക്കാരി നല്ല വെൽക്കമിങ് ആയിരുന്നു, നല്ല സ്മൈലോടെ നമുക്ക് ആ ഫുഡ് സെർവ് ചെയ്തത്. അപ്പോൾ ഈ കാണുന്നതാണ് ഞങ്ങൾ ഒരുപാട് നാളായിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നത് സാപ്പിക് ആങ്കി. ഇങ്ങനെ തണുപ്പൊക്കെ വരുമ്പോൾ നല്ല ചൂട് ഫുഡ് കഴിക്കുന്ന ഒരു പ്രത്യേക ഫീലൊക്കെ അല്ലേ. ആ സമയത്ത് ശരിക്കും ഒരു 0 ഡിഗ്രി ആയിരുന്നു ടെമ്പറേച്ചർ. അപ്പോൾ ഇങ്ങനെ ചൂടോടെ ഇത് കഴിക്കാൻ ഒരു വേറെ തന്നെ ഫീലായിരുന്നു. ഈ സാപ്പിക് ആങ്കി എന്ന് പറയുന്നത് പോളണ്ടിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് സ്ട്രീറ്റ് ഫുഡ് ആണ്. ഒരു ടോസ്റ്റഡ് ഓപ്പൺ ഫേസ് സാൻഡ്വിച്ച് ആണ് ബേസിക്കലി. നമ്മൾ ഏതെങ്കിലും ഒരു ലോങ് ബ്രെഡ് റോൾ നല്ല രീതിയിൽ ടോസ്റ്റ് ചെയ്ത് ചീസും പിന്നെ നമ്മൾ ആവശ്യപ്പെടുന്ന ടോപ്പിംഗ്സ് ഒക്കെ ഇട്ട് നല്ല ചൂടോടെ കെച്ചപ്പിനോടെയാണ് അവരിത് സെർവ് ചെയ്യുന്നത്. ശരിക്കും ആ ഒരു ഫസ്റ്റ് ബൈറ്റ് എടുത്തപ്പോൾ നമ്മുടെ പിസ്സയൊക്കെ ആയിട്ട് ഒരു ഫെമിലിയർ ടേസ്റ്റ് ആണ് ആദ്യം തോന്നിയത്. സംഭവം സൂപ്പർ ചീസി ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വാങ്ങിയിട്ടുള്ള സാപ്പിക് ആങ്കി വരുന്ന ഒരു മഷ്റൂം ഫ്ലേവറിലായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ടൈമായി ഈ ഒരു സാപ്പിക് ആങ്കി ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് ഞങ്ങൾ ചോദിച്ചു എന്ത് സോസ് ആയിരിക്കും ഈ ഒരു ഫ്ലേവറിനോട് ബെസ്റ്റ് പോകുന്നത്. അപ്പോൾ അവർ റെക്കമെൻഡ് ചെയ്തത് കെച്ചപ്പ് ആയിരുന്നു. അവിടെ കെച്ചപ്പ് മാത്രമല്ല വേറെയും 1-2 സോസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും സംഭവം പൊളിച്ചു. ഇതിന്റെ റേറ്റ് വന്ന് 20 സ്ലോട്ടി ആയിരുന്നു. എനിക്ക് മാത്രമല്ല പൊതുവെ പിസ്സയോടൊന്നും താല്പര്യമില്ലാത്ത ഇക്കാക്ക് പോലും ഈ ഒരു ഡിഷ് അങ്ങ് കിടിലനായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും വർത്ത് ട്രൈയിങ് ആയിരുന്നു. ആ തണുപ്പത്ത് കഴിക്കാൻ അടിപൊളി സാധനം. ഞങ്ങൾ എൻജോയ് ചെയ്ത് സാപ്പിക് ആങ്കിയും ഫ്രൈസും കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ റൈസ് നൂഡിൽസ് റെഡി ആയിട്ടുണ്ടെന്ന് കൗണ്ടറിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്. അങ്ങനെ ഞാൻ നേരെ റൈസ് നൂഡിൽസിന്റെ കൗണ്ടറിൽ എത്തിയിട്ടുണ്ട് അത് കളക്ട് ചെയ്യാൻ. സോ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിയിട്ടുള്ള റൈസ് നൂഡിൽസ് ചിക്കൻ ഫ്ലേവറിലാണ് വിത്ത് ഫ്രൈഡ് ഒണിയനസ് ടോപ്പിംഗ്. ഈ ഒരു റൈസ് നൂഡിൽസ് ഞങ്ങൾ പേ ചെയ്ത് 27 സ്ലോട്ടിയാണ്. എന്തായാലും തുറന്നപ്പോൾ നല്ല കിടിലൻ മണമായിരുന്നു. അപ്പോൾ ഈ ഒരു റൈസ് നൂഡിൽസിൽ ടോപ്പിംഗ് ആയിട്ട് ഫ്രൈഡ് ഒണിയൻസും പിന്നെ സോസ് ആയിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായത് സ്വീറ്റ് ചില്ലി സോസ് ആയിരുന്നു. എന്തായാലും കോമ്പിനേഷൻ ഒരു രക്ഷയില്ലാത്തായിരുന്നു. മസ്റ്റ് ട്രൈ ആണ്. ഇവിടെ ക്രാക്കോയിലുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ പോയിട്ട് ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കണേ. അവിടെ വേറെയും ഒരുപാട് കോമ്പിനേഷൻസ് അവൈലബിൾ ആയിരുന്നു. എന്തായാലും വർത്ത് ട്രൈങ് ആണ്. ഈ ഒരു ഫുഡ് മാർക്കറ്റിൽ വന്നിട്ട് ഇവിടുത്തെ എല്ലാ പോപ്പുലർ ഡിഷസും ട്രൈ ചെയ്യണമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ബട്ട് അവിടെ വന്ന് ഈ 3 ഡിഷസ് കഴിച്ചപ്പോൾ തന്നെ വയറ് നല്ല രീതിയിൽ ഫില്ലായി. ഇനി ഒരു ഇഞ്ച് സ്ഥലമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ഫുഡ് എക്സ്പ്ലോറിംഗ് ഇവിടെ തന്നെ അങ്ങ് നിർത്തുകയാണ്. എന്നിട്ട് ബാക്കി ഫുഡ് എക്സ്പ്ലോറിംഗ് വേറൊരു ദിവസത്തേക്ക് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇന്ന് കഴിക്കാൻ പറ്റാത്ത ആ പോപ്പുലർ ഡിഷസ് ഒക്കെ ട്രൈ ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ ഫുഡ് എക്സ്പ്ലോറിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ. പുതിയൊരു വ്ലോഗ് വരുന്നവരെ ബൈ.